ഹായ്, എല്ലാവർക്കും യു എൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതെന്റെ റൂമാണ് കേട്ടോ. പല ആൾക്കാരും ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ കാണിക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അവൻ താമസിക്കുന്ന ക്യാമ്പും റൂമും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമല്ല. ഏകദേശം 70% പ്രവാസികളും താമസിക്കുന്നത് ഇങ്ങനത്തെ ക്യാമ്പ് ഏരിയകളാണ്. അതും ലോകത്തിലുള്ള എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരും എല്ലാ മതസ്ഥരും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രവാസികളായ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ക്യാമ്പ് ഏരിയകളാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സൺഡേ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാകും. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ക്യാമ്പ്. ഏകദേശം 2 നിലകളിലായിട്ടാണ് നമ്മളെ ക്യാമ്പ് വരുന്നത് കേട്ടോ. ഒരു സൈഡിൽ 30 റൂമും അപ്പുറത്തെ സൈഡിൽ 30 റൂമാണ് ക്യാമ്പിൽ വരുന്നത്. ഏകദേശം ഒരു റൂമിൽ 8 ആളാണ് താമസിക്കുന്നത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ക്യാമ്പിൽ ഏകദേശം 480 ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ബാത്റൂമും കാര്യങ്ങളാണ്. ഞാനീ താമസിക്കുന്ന ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ലൈനിൽ ഏകദേശം 10 ക്യാമ്പ് ഉണ്ട് കേട്ടോ. 10 ക്യാമ്പിൽ ഏകദേശം ടോട്ടൽ ഈ ക്യാമ്പൗണ്ടിൽ ഏകദേശം ഒരു 50 ക്യാമ്പ് ഉണ്ടാവും കേട്ടോ. 50 ക്യാമ്പിൽ ഏകദേശം ഒരു 10-24,000 ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 4-5 കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ 1,00,000-ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മൾ 1 കിലോമീറ്റർ സ്ക്വയറിൽ ഉള്ള ഈ കോമ്പൗണ്ടിൽ ഏകദേശം ഒരു 24,000 ആൾക്കാരാണ് താമസിക്കുന്നത്. 24,000 ആൾക്കാർ താമസിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഹൈപ്പർ മാർക്കറ്റ്, ജിമ്മ്, മെഡിക്കല്, ഹോസ്പിറ്റലെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മിക്ക ആൾക്കാരൊക്കെ ലീവാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണ് മൊത്തം വിജനം ഉണ്ടാവും. റോഡൊക്കെ ഒന്ന് വിജനായിട്ടുള്ളത്. മറ്റേതാ സീബ്ര ലൈനിലൊക്കെ കണ്ടമാനം വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ടാവും സീബ്ര ലൈനിൽ കൂടെ ഒക്കെ. ഇവിടെ പിന്നെ സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരാൾ ഇറങ്ങിയാൽ അപ്പൊ തന്നെ വണ്ടി നിർത്തും. ഇതാണ് നമ്മൾ സീബ്ര ലൈൻ കേട്ടോ. സീബ്ര ലൈൻ ക്രോസ് നമ്മളെ ക്യാമ്പ് എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 50 ക്യാമ്പോളം ഉണ്ട് അതിനകത്ത് കേട്ടോ. അതേപോലെ ഇത് വേറൊരു കോമ്പൗണ്ടാണ്. ഇതിലുണ്ട് ഒരുപാട് ഇതേപോലത്തെ ക്യാമ്പ്. ഏകദേശം ഒരു 4-5 സ്ഥലങ്ങളിൽ ഇതേപോലത്തെ ഓരോ 50 ക്യാമ്പിന്റെ ഓരോ ഏരിയകളാണ്. ഏകദേശം ഒരു 1,00,000-ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഞാന് പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുറെ ദൂരം പോവാണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കണ്ട് ചായക്കടയ്ക്ക്. ഞാൻ ശരിക്കും വന്നത് അതിലാണ് കേട്ടോ. പക്ഷെ നമ്മൾ പിന്നെ അങ്ങനെ അതിൽ കറങ്ങി തിരിഞ്ഞ് അതിലെങ്ങനെ വന്നു കേട്ടോ നടന്ന്. കാരണം ഇതിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നടന്ന് നമ്മളെ ചിറ്റ കഫ്തീറിന്റെ അവിടെ എത്തിട്ടോ. ഇവിടെ അങ്ങനെ അങ്ങോട്ട് പോയാൽ കഴിഞ്ഞാൽ അവിടെ വലിയ 2 മാർക്കറ്റുകളുണ്ട്. ഒന്ന് പാർക്കോ, മറ്റൊന്ന് മദീന. കുറെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ഉണ്ട് അത്. സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങായതുകൊണ്ട് കസ്റ്റമേഴ്സ് കുറച്ച് കുറവാണ്. നമ്മളെ ഗാജർ ഹലുവയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗാജർ ഹലുവ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഹൽവ. അത് നോർത്ത് ഇന്ത്യക്കാരതും അതുപോലെ തന്നെ പാകിസ്ഥാനികളുടെ ഒക്കെ സ്പെഷ്യലാണ്. നമ്മളെ സുഹൃത്ത് എന്തോ ഭയങ്കര ടെൻഷനിൽ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സ്പെഷ്യൽ വൈകുന്നേരത്തേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജിലേബി റെഡും അതുപോലെ തന്നെ മഞ്ഞ കളറും എല്ലും. നമ്മളെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെ ഷെഫാണത്. ഫ്രം ദ പാകിസ്ഥാൻ. ബിരിയാണി ആണെങ്കിലും മന്തി, വൈകുന്നേരത്തെ മജ്ബൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. രാവിലെ റൊട്ടിയും കാര്യങ്ങളും ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കുന്നത് മൂപ്പരാണ്. നല്ല മനുഷ്യനാട്ടോ. അച്ഛാ ആദ്മി, അച്ഛാ മേരാ ദോസ്ത് ഹൈ. അബി ഗാജർ കാ ഹൽവ തയ്യാർ കർ രഹേ. आज मैं अभी पहले मैं वो टेस्ट किया था, बहुत अच्छा था. आज मैं इंशाल्लाह शाम को उसका वीडियो കാക്കെ മേ ചെക്ക് കരേഗ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് വാങ്ങാൻ പോയി. ഞാൻ വാങ്ങിയത് കുറച്ച് ചീര തോരനും അതുപോലെ തന്നെ 2 ചപ്പാത്തിയും റൈസുമാണ് വാങ്ങിയത്. അത് ഞാൻ വാങ്ങിയാണ്ട് നേരെ തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ നടന്നു പോരുകയാണ്. ക്യാമ്പിലേക്ക് നമുക്കറിയാം, ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ക്യാമ്പിലേക്ക് എൻട്രി ചെയ്യുമ്പോഴൊക്കെ ഇതുപോലത്തെ ഒരു ഗേറ്റ് ഉണ്ടാവും. അവിടെ അക്സസ് കാർഡ് നമ്മൾ പഞ്ച് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ പഞ്ച് ചെയ്ത് അകത്ത് കയറി പിന്നെ നമ്മൾ നേരെ ക്യാമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ ക്യാമ്പിലെത്താനായി ഏകദേശം.
നമുക്കറിയാം ക്യാമ്പിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ വിഫൈ മെഷീൻ ഉണ്ട്. നമുക്ക് റീചാർജ് ചെയ്തിട്ട് ക്യാമ്പിൽ വന്നുകൊണ്ട് ക്യാമ്പിനകത്ത് നമ്മളെ റൂമിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ കോഡ് അടിച്ചു കൊടുത്താൽ വൈഫൈ ചാലു ആവും. ഇതാണ് ഇന്നാൾ ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ 12 നമ്പർ ക്യാമ്പിലാണ് നമ്മൾ താമസിക്കുന്നത്. 20 നമ്പർ റൂമിൽ നമ്മൾ ക്യാമ്പിലേക്ക് എത്തി ഏകദേശം. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ് ബാക്കി വീഡിയോസ് ഇനിയും ഉണ്ടാവും എന്തായാലും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഈ വീഡിയോ അങ്ങനെ നമ്മൾ റൂമിലെത്തിട്ടോ. അതിലൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ വാങ്ങി റൂമിലെത്തി. ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി നമ്മൾ വരുന്നുണ്ടാവും. ബൈ.